ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഇതിനോടകം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. എന്റെ കയ്യിൽ ഇതിനു മുമ്പ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ദൃശ്യങ്ങൾ തന്നെയാണ്. എന്റെ കയ്യിലുള്ളത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ KSU ജില്ലാ പ്രസിഡന്റ് അതുൽ ഉൾപ്പെടെയുള്ള 5ഓളം ആളുകളോട് ആക്രോശിക്കുന്ന വീഡിയോ ആണ്. അതിനുശേഷം ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം അവർ കണ്ണൂരിലെ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ കൂടെ ഇത് കഴിഞ്ഞിട്ട് വളരെ സമാധാനത്തോടുകൂടി പോലീസ് അകമ്പടിയോടുകൂടി പോകുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഞാൻ പറഞ്ഞത് ഇതിനുശേഷം കണ്ണൂരിലെ പരിപാടി കഴിഞ്ഞ് കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന വീണ ജോർജ് 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയതിനു ശേഷം കേരളത്തിന്റെ സ്പീക്കറായിട്ടുള്ള AN ഷംസീറുമായി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ തിരക്കഥ AN ഷംസീറാണ്. ഇതിന്റെ സംവിധാനം പിണറായി വിജയനാണ്. നടിയായിട്ടുള്ള വീണ ജോർജ് അവരുടെ നടനം പാളിയതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഇന്ന് വീണ ജോർജ് ട്രോളായി മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസും KSUം ഇത്തരത്തിൽ അവർക്കെതിരെ സമരം നടത്തുവാൻ ഉണ്ടായ സാഹചര്യം? ഈ ആലപ്പുഴയിൽ ഉൾപ്പെടെ ഏറ്റവും അവസാനമുണ്ടായ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിരന്തരമായി ആരോഗ്യ മേഖലയ്ക്കെതിരെ ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വന്നപ്പോൾ ഒരു യുവജന സംഘടന എന്നുള്ള നിലയിൽ അതിശക്തമായ പ്രതിഷേധം നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കരിങ്കൊടി ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ആ പ്രതിഷേധത്തിൽ നിന്ന് വിരളി പിടിച്ച് ഗവൺമെന്റിന്റെ മുഖം വികൃതമായപ്പോൾ വളരെ ബോധപൂർവം വീണ ജോർജും ഷംസീറും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടി നടത്തിയ നാടകത്തിന്റെ പരിസമാപ്തിയായിരുന്നു ഇന്നലെ കണ്ടത്. അതിന്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസ് ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു. ഇതിന്റെ എല്ലാം പിന്നിലുള്ളത് കേരളത്തിലെ ഗവൺമെന്റിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുവാൻ വേണ്ടി ഗവൺമെന്റ് നടത്തുന്ന ഗവൺമെന്റ് സ്പോൺസേഡ് പരിപാടിയാണ് ഇതെന്നാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്.